പ്രത്യേകത ഒന്നും തോന്നില്ലേ? നമസ്കാരം, കണ്ണൂരാണുള്ളത്. ബയോമെക് ഇൻഷുറൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് BioDVHM INC3 മിഷനാണ്. സെക്കൻഡ് മോഡലാണ്, ഡൊമസ്റ്റിക് ആണ്. ഇവിടെ ബയോഗ്യാസ് ഇൻസിനറേറ്റർ കോംബോ ആണ് ചെയ്തിട്ടുള്ളത്. INC3യുടെ വിശേഷങ്ങൾ നമുക്ക് കാണാം. വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പോകാൻ വീഡിയോയിലേക്ക്. നമ്മുടെ രണ്ട് ടൈപ്പ് പ്രൊഡക്ട്സ് ആണ് ഉള്ളത്. ഒന്ന് അഫോർഡബിളും അതുപോലെ തന്നെ പ്രീമിയം. അഫോർഡബിൾ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന കോമ്പൗണ്ട്, നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന മെറ്റീരിയൽ ചേട്ടൻ MS ആണ്. പ്രീമിയം മോഡൽസ് ആണെങ്കിൽ SS ഉണ്ട്, അതുപോലെ തന്നെ സ്പാങ്കിൾ ഷീറ്റ് ഉണ്ട്. ഈ 3 മെറ്റീരിയൽ ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നാൽ തീർച്ചയായിട്ടും മെഷീൻ തുരുമ്പ് പിടിക്കാൻ സാധ്യതകൾ ഏറെയാണ്. SS ആണെങ്കിലും സ്പാങ്കിൾ ഷീറ്റ് ആണെങ്കിലും MS ആണെങ്കിലും തുരുമ്പ് പിടിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന രീതിയുടെ അല്ലെങ്കിൽ ആ ഡെപ്ത് അനുസരിച്ചിരിക്കും അതിന്റെ ഭാവി പ്രവർത്തനങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും ഉപയോഗിക്കുന്ന രീതി നമ്മൾ പറയുന്ന ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്ത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇതിന്റെ ഉള്ളിൽ നമ്മൾ റിഫ്രാക്ടറി സിമെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓവർലോഡ് ഇട്ട് കത്തിക്കാതെ ശ്രമിക്കുക, ഓവർലോഡ് ഇട്ട് കത്തിക്കാതിരിക്കുക. അതേപോലെ തന്നെ കത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആഷസ് റിമൂവ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ വലിക്കുന്ന ഓക്സിജൻ ഉള്ളിൽ നമ്മൾ എയർവെൻസ് ഇട്ടിട്ടുണ്ട്. ആ എയർവെൻസിലൂടെ വലിക്കുന്ന ഓക്സിജൻ കറക്റ്റ് പ്രോപ്പർ ആവാതെയും കത്താതെ വരുമ്പോൾ സ്മോക്ക് കൂടുതൽ വരും, അതേപോലെ തന്നെ ലോഡ് കൂടുതൽ വരും. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മെഷീൻ 10, 12, 15 വർഷം വരെ ഉപയോഗിക്കാം. നമ്മൾ ഈ ഫീൽഡിൽ 17 വർഷമായിട്ടുണ്ട്. അതുപോലെ തന്നെ സ്മോക്ക് പൈപ്പ് നമ്മൾ കൊടുത്തുള്ള SS ആണ്. അതും ഇടയ്ക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഉള്ളിൽ കോട്ടിംഗ് ഉള്ളതുകൊണ്ടും അതേപോലെ തന്നെ ടെമ്പറേച്ചർ ഉള്ളിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് നമ്മളത് കൊടുക്കുന്നതുകൊണ്ടും പ്ലാന്റിന്റെ പുറത്തേക്ക് ചൂട് റേഡിയേറ്റ് ആവാനുള്ള സാധ്യതകൾ കുറവാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ സ്മോക്ക് പൈപ്പുമായി തൊടാതിരിക്കുക. ഇടുന്ന സാധനങ്ങളിൽ ബാറ്ററി, അതുപോലെ എക്സ്പ്ലോസീവ് ഐറ്റംസ് ആയ പ്രഷറൈസ്ഡ് സ്പ്രേ ബോട്ടിൽസ് അതൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കണം. നനഞ്ഞ വേസ്റ്റ് എപ്പോഴും ഡ്രൈ സെമി വെറ്റ് കണ്ടീഷനിലേക്ക് മാറിയതിനു ശേഷം കത്തിക്കുക, അല്ലെങ്കിൽ പൂർണ്ണമായും ഡ്രൈ ആയതിനു ശേഷം കത്തിക്കുക. പരമാവധി ഡ്രൈ ആയിട്ട് കത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും കത്തുന്നതിന്റെ പവർ കൂടും, അല്ലെങ്കിൽ ഒരു പുകച്ചിൽ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. അപ്പോൾ ബ്ലാക്ക് സ്മോക്കിൽ വരും, പൊല്യൂഷൻ കൂടും. പരമാവധി പൊല്യൂഷൻ ഇല്ലാതെ ശ്രദ്ധിക്കുക. വീഡിയോയിൽ പറയുന്നത് തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പുതിയ സെയിൽസിന് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ മുകളിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. കോംബോ ഓഫേഴ്സും അവൈലബിൾ ആണ്. ഓൾ കേരള ഫ്രീ ഡെലിവറി.